ഹലോ, ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇതും ഒരു അട തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും ഇത് ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനെ പെരുമ്പാവൂരേക്ക് കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സംഭവം ഉണ്ടാക്കാറുണ്ടെന്ന് ആളെനിക്ക് വിളിച്ച് പറഞ്ഞിട്ട് നീ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് അതിന് വേണ്ടത് വാളംപുളിയുടെ കതിരിലയാണ്, അതായത് തളിരിലയില്ല, അതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കൊഴുവയാണ് കേട്ടോ. കൊഴുവ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുക്കണം. ചിലർ, ഞാനൊരു വീഡിയോ നോക്കിയപ്പോഴത്തേക്കിനും അതിനകത്ത് മുറിക്കാതെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇതുവരെ ആരും ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ മെയിനായിട്ട് എന്താ വേണ്ട, വാളംപുളിയുടെ ഇലയും പിന്നെ കാന്താരി മുളക് കൂടുതൽ ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചിട്ട് ഈ കൊഴുവ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു വാഴയിലയിലേക്ക് ഇത് നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അത്യാവശ്യം കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. സാധാ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇതിന് അവരുടെ നാട്ടിൽ പറയുന്ന പേര് പുളിയട എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ പുളിയടയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സാധാരണ അടയൊക്കെ വേവിക്കാൻ വെക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു ചട്ടിക്കകത്ത് കുറച്ച് എണ്ണയും കൂടെ തടവിയിട്ട് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് വേവിച്ചെടുക്കുക. വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വെയിറ്റ് അതിൻ്റെ മേലേക്ക് വെച്ചത്. ഇത് കരിഞ്ഞതല്ല കേട്ടോ, അതിൻ്റെ ഒരു കളർ ചേഞ്ച് പോലെ വന്നിട്ടുണ്ട്. ആ ഇലയുടെ ഒരു കളർ പിടിച്ചതാണ് സംഭവം. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്.